കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. 8 വർഷമായിട്ട് ഒരു മെഡിസിനും കഴിക്കാത്ത ആളാണ്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുക. വെള്ളം കുടിക്കും, വിശ്രമിക്കും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അതിന് എന്ത് തരത്തിലുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് സാറിന് തരാൻ പറ്റുക? നമ്മുടെ തന്നെ നാട്ടിൽ കാണുന്ന പല രോഗങ്ങളും 60%, 70% താങ്കൾ ചെയ്തതുപോലെ ഇരുന്ന് നമ്മളൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. നീ എന്താന്ന് വെച്ച കാര്യം പറ. വിശ്രമിച്ച് റെസ്റ്റ് എടുത്താൽ മാറുന്ന 60% അസുഖങ്ങളെ താങ്കൾക്ക് വന്നിട്ടുള്ളൂ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. താങ്കൾ നല്ല ആരോഗ്യവാനായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാ. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? നിങ്ങൾക്കൊരു റിയൽ അസുഖം വരും. നിങ്ങൾക്കൊരു റിയൽ അസുഖം വരും. വരാതിരിക്കട്ടെ എന്ന് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാന്ന് പറയാമായിരുന്നു. ഇപ്പൊ അതും പറ്റൂല. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാ. നല്ല ഒരു 1-ാം തരം രോഗം വരും. അന്ന് നമുക്ക് നല്ല ചികിത്സകൾ തേടാം. അതിനുള്ള അനുഗ്രഹം താങ്കൾക്ക് ഉണ്ടാവട്ടെ. സന്തോഷായി, നല്ല സന്തോഷായി. കൃഷിയിടത്തെ വിമർശിച്ചത് ആരാ? ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ പറയുന്നത് എന്താ? പിൻഭാഗത്തിലൂടെയുള്ള ഭോഗത്തെ കുറിച്ചുള്ള സംശയത്തിന്റെ സമയത്താണ് ഇങ്ങനെ ഒന്ന് വന്നത്. അതിലിത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. ആരിഫ് ഹുസൈൻ സ്വതന്ത്ര ചിന്തകനാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങനെയൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയോ അത് മൃഗങ്ങളുമായിട്ട് ഏർപ്പെടണോ? ചൊറിയുന്ന വർത്താനം പറയരുത്. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഏതൊക്കെ രീതിയിൽ തന്റെ ശരീരത്തിന് സുഖം കിട്ടുന്നുവോ അതൊക്കെ പറ്റുമെന്ന് വാദിക്കുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരൻ വന്നിട്ട് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ ആഴ്ചയുടെ കാരണം ഞാൻ പൊളിക്കും. അല്ല, വീട്ടിലെ സഹോദരി, അമ്മ, ഇവരുടെയൊക്കെ അനുവാദമുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധവും ആകാമെന്ന് വാദിക്കുന്ന ഒരു കൂട്ടര് വന്നിട്ട് സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇത് കിട്ടണത് നീ മേടിച്ചോ? സ്ത്രീയെ കൃഷിയിടത്തോട് ഉപമിച്ചത് അത് സ്ത്രീയുടെ ഒരു ഉന്നതിയാണ് കാണിക്കാൻ വേണ്ടി തള്ളി കൊണ്ടുവന്നത്. കയ്യോടെ പിടികൂടി ഭിത്തിയിൽ ഒട്ടിച്ചപ്പോ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഉസ്താദ് ഇപ്പൊ ഇവിടെ കൈകാര്യം ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഫാലസി അവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ വലിയ കിതാബിന്റെ ആളുകൾ, ബാക്കിയുള്ളവരൊന്നും കിതാബില്ലാത്ത സ്വതന്ത്ര ചിന്തകർ, അതുകൊണ്ട് അമ്മയും പെങ്ങളെയൊക്കെ ഭോഗിച്ച് നടക്കുന്നവർ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകൾ പാസ്സാക്കും. അതിനുള്ള മറുപടി ഇവിടെ പറഞ്ഞിരിക്കും. അങ്ങയുടെ സമയത്തിൽ അദ്ദേഹം ഇടപെട്ടില്ല. ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. എന്നോടല്ലാതെ ഇസ്ലാം വിട്ടുപോയ ഒരാളോടല്ല ഇസ്ലാം ചോദിക്കേണ്ടത്. കഴിഞ്ഞു, അതിനുള്ള മറുപടി ഇവിടെ പറഞ്ഞിരിക്കും. ഉസ്താദ് 15 മിനിറ്റ് അധികം സംസാരിച്ചു കഴിഞ്ഞു. ഒന്ന് സംസാരിക്കാതിരിക്കുക. ഇവിടെ അതിനുള്ള മറുപടി പറഞ്ഞിരിക്കും. ഉസ്താദുമാര് പേടിപ്പിച്ച് നിർത്തിയിരുന്ന ആ പള്ളിയിലെ കഥയൊക്കെ അങ്ങ് മാറ്റിവെക്കാം. ഇതുപോലെ ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് ഒക്കെ ഇവിടെ വലിയ തോതിൽ എടുത്തു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ വലിയ മോശക്കാര്, നമ്മൾ മാത്രം വലിയ സംഭവം, ഇസ്ലാമിന്റെ വക്താക്കൾ മാത്രമാണ് ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയും. എനിക്ക് ഉസ്താദിനോട് പോലുള്ള ആളോട് ചോദിക്കാനുള്ളത്, എന്തായാലും മരണം ഉറപ്പായി. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഉമ്മാനെയും പെങ്ങളെയും മക്കളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവരെ ബോധിക്കാതിരിക്കുന്നത് ഈ ഖുർആനിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ലോകത്ത് 25% പോലും ഇല്ലാത്ത ഈ മുസ്ലിം സമൂഹത്തെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇവിടെ 75%-ലധികം ഇവിടെ മറ്റു മതക്കാരാണ്. അവരെങ്ങനെയാണ് ഇത് പാലിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പല തവണ സംസാരിച്ച് ഇവിടെ തേഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പറഞ്ഞത് ശരി. അപ്പൊ അതൊക്കെ ഇതുപോലുള്ള ഒരു ചർച്ചയിൽ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് ആദ്യം ഒന്ന് ഒതുക്കി വെക്കുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇതാണ് ഭായിന്റെ കാര്യം. വെട്ടൊന്നും മുരണ്ട് നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ടൊന്ന് നോക്കിയേ. 9:5 ആയത്ത് എല്ലാ മുസ്ലിങ്ങളല്ലാത്തവരെയും കൊല്ലണം എന്നാണ്. ബാങ്ക് വിളിക്കുമ്പോ ഞാൻ സംസാരിക്കണം, കാരണം അല്ലെങ്കിൽ ആരിഫ് അതിനെതിരെ ട്രോളും.
നിങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മാനിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവസരം തരും. നോ പ്രോബ്ലം. എല്ലാവരും ഒന്ന് സൈലന്റ് ആവും. ബാങ്ക് കൊടുക്കുന്നുണ്ട് പ്ലീസ്. എല്ലാവരും ഒന്ന് സൈലന്റ് ആവും. ബാങ്ക് കൊടുക്കുന്നു പ്ലീസ്. മറുപടി വരാൻ പറ്റും. ഇന്ത്യ അംഗമായ ഐക്യരാഷ്ട്രസഭയുടെ തീവ്രവാദ ലിസ്റ്റുള്ള സംഘടനകളിൽ ഈ സെക്കൻഡ് വരെ ഈ മകരി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മീറ്റർ ഹമാസ് ഇല്ല എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഹമാസ് യുഎൻ അവരുടെ ലിസ്റ്റിൽ ഈ പറയുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെറർ ലിസ്റ്റിൽ ഇല്ല എന്നതുകൊണ്ട് അത് ടെറർ ഓർഗനൈസേഷൻ അല്ല എന്നാണ് പറയുന്നത്. എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? ഐസിസ് നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? അറിയില്ല. അത്ര എല്ലാ കാര്യത്തിലും വിവരമില്ല. ഹമാസിനെ കുറിച്ച് പഠിച്ചിരുന്നു. കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അത് തീവ്രവാദ സംഘടനയാണോന്നാ ചോദിച്ചത്. അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. RSSO നല്ല ഒന്നാം തരം തീവ്രവാദ സംഘടന. യുഎന്റെ ലിസ്റ്റിലുണ്ടോ? യുഎന്റെ ലിസ്റ്റിലുണ്ടോ? ഇത് ജയന്റെ സിനിമ പോലെയല്ല. കരിവരുടെ ജീവിതങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇനി എത്ര ദൂരം നിന്ന് പറഞ്ഞാലാണ് അത് ശരിയാവുക? നിങ്ങൾ ദുബായി പോയി നിന്നിട്ട് RSS തീവ്രവാദ സംഘടനയാന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനയാവും. എങ്ങനെ? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. രണ്ടാമത്തത്, ഈ ഖുർആൻ ആയത്തുകളൊക്കെ പറഞ്ഞു, ഹൈബർ യുദ്ധം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ ഹൈബർ യുദ്ധം എന്ന് വെച്ചാൽ ഹിറ്റ്ലറിന്റെ നരനായിട്ട് പോലെ ഒരു 1,00,000 ആൾക്കാരൊക്കെ ഒന്നൊരു സംഭവം അല്ല. മുസ്ലിങ്ങളുടെ ഒരു വിഷയത്തിൽ മുസ്ലിങ്ങളോട് ആക്രമിച്ചപ്പോ തിരിച്ചു മുസ്ലിങ്ങൾ ആക്രമിച്ചപ്പോ വളരെ കുറഞ്ഞ മുസ്ലിങ്ങൾ ഒരുപാട് മുസ്ലിങ്ങളല്ലാത്തവർ ആക്രമിച്ചിട്ട് നേടിയ വിജയ. എങ്ങനെ ഇരിക്കുന്നു? ഈ ചെറിയ ഫലസ്തീനികൾ ഒരു വലിയ സംഘത്തെ നേരിടുമ്പോ ആ ഹൈബറിലുണ്ടായ സ്ലോഗൻസും ആ ഹൈബറിലുണ്ടായ മുദ്രാവാക്യങ്ങളും ഇവിടെ ചർച്ചയാവും. നീ ഒന്നും പണയണ്ട. വലിയ ജനതയെ ചോപ്പിച്ച ഇസ്ലാമിന്റെ ഹൈബർ യുദ്ധവും ഹന്തക് യുദ്ധവും പ്രവാചകൻ പട്ടിണി കിടന്നിട്ട് കിടങ്ങ് കയറി തോപ്പിച്ച ആ ഒരു ചെറിയ സംഘം വലിയ സംഘത്തെ തോപ്പിച്ച ആ ഒരു പ്രചോദന സ്ലോഗൻസ് മുഴക്കിയിട്ടുണ്ടാവാം. ഒറ്റ കാര്യം പറയൂ. നമ്മൾ ഇദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കണം. ഒരു കയ്യടി please. മനുഷ്യരെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? വേറെ എന്തിനാ? ഒന്നുകൊണ്ടല്ല, ഞാനിവിടെ കഷ്ടപ്പെട്ട് ഇത്ര നേരം ഇരുന്ന് ഇതിൽ മതം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് ഇത്ര സമയം ഞാൻ എടുത്തു. ഇദ്ദേഹം പോലും 2 മിനിറ്റ് കൊണ്ടല്ല ഇതിനകത്ത് മതം ഉണ്ട് എന്നും അത് ഹൈബർ ആണ് എന്നും അത് മുഹമ്മദ് നബി ചെയ്തു. ഹൈബർ മാത്രമല്ല, പിന്നെ ഏതൊക്കെ ഉണ്ട്, ഹന്തക്ക്, പിന്നെ ബനു ഖുറൈല കൂട്ടക്കള, ഇതൊക്കെ അദ്ദേഹം പറയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ മതമുണ്ട്. മതമുണ്ടെന്ന് ഞാനല്ല ഇപ്പൊ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇദ്ദേഹമാണ് പറഞ്ഞത്. പച്ച കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്, അല്ലടാ സർക്കിളെ. മോനെ പുരുഷു, ഈ കാർഡിന് എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി ചിങ്കം.